വാട്ടർ ബിയർ എന്നറിയപ്പെടുന്ന ജീവിയുടെ യഥാർത്ഥ പേര് ടെർട്ടിഗ്രേഡ്സ് എന്നാണ്. ഇത് വളരെ ചെറിയൊരു ജീവിയാണ്. ചെറുതെന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്ററിനേക്കാളും ചെറിയ ജീവിയാണിത്. അധികവും 0.1 മില്ലിമീറ്റർ മുതൽ 1.5 മില്ലിമീറ്റർ വലുപ്പത്തിലാണ് കാണുന്നത്. ഇത്രയും ചെറിയ ജീവിയായതുകൊണ്ട് തന്നെ ഇവയെ വെറും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതുവരെ ഭൂമി 5 പ്രാവശ്യം വലിയ ദുരന്തങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഭൂമിയിൽ ജീവികൾ ഉണ്ടായത് മുതൽ ഇന്ന് വരെയുള്ള ജീവിവർഗങ്ങളിൽ 99% നശിച്ചുപോയിട്ടുണ്ട്. ഇത്രയും ജീവികൾ നശിച്ചുപോയിട്ടും അതിൽ നിന്നെല്ലാം ഈ ടെർട്ടിഗ്രേഡ്സ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത്രയും സ്ട്രോങ് ആണ് ഈ ജീവികൾ. ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു പുഴുവിനെ പോലെയാണ് തോന്നുന്നത്. ഇത് നടക്കുമ്പോൾ കരടിയെ പോലെ തോന്നുന്നത് കൊണ്ടാണത്രേ ഇതിനെ വാട്ടർ ബിയർ എന്ന് വിളിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ശുദ്ധജലത്തിലാണ്. ഈ ടെർട്ടിഗ്രേഡ്സിനെ പ്രധാനമായും 3ആയി തരംതിരിച്ചിട്ടുണ്ട്: യു ടെർട്ടിഗ്രേഡ്സ്, മീസോ ടെർട്ടിഗ്രേഡ്സ്, ഹെറ്ററോ ടെർട്ടിഗ്രേഡ്സ് എന്നിങ്ങനെ. ഇതിലെ യു ടെർട്ടിഗ്രേഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. ശുദ്ധജലത്തിൽ ഇതിനെ ഒരു പന്ത് പോലെ കാണുന്നു. കടൽ ജലത്തിലും പലതരം ടെർട്ടിഗ്രേഡ്സുകളുണ്ട്. ഇതിനെ മീസോ ടെർട്ടിഗ്രേഡ്സ് എന്ന് വിളിക്കുന്നു. ഇതിനും യു ടെർട്ടിഗ്രേഡ്സിനും കാഴ്ചയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പ്രധാനമായും അവയുടെ കാൽവിരലുകൾ. യു ടെർട്ടിഗ്രേഡ്സിൻ്റെ കാൽവിരലുകൾ കുറച്ച് ഷാർപ്പായി നഖങ്ങൾ പോലെ ഉണ്ടാകും. എന്നാൽ മീസോ ടെർട്ടിഗ്രേഡ്സിൻ്റെ കാൽവിരലുകൾ സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും. ഹെറ്ററോ ടെർട്ടിഗ്രേഡ്സ് 1970കളിൽ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നീട് ആ ജീവിയെ കണ്ടിട്ടേയില്ല. പിന്നീട് ഇതിനെ കാണാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇന്നും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കൺഫേം ചെയ്ത് 2 ടെർട്ടിഗ്രേഡ്സ് ആണ്: യു ടെർട്ടിഗ്രേഡ്സും മീസോ ടെർട്ടിഗ്രേഡ്സും. ഈ ടെർട്ടിഗ്രേഡ്സിനെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനൊരു തല കാണാം. അതിൽ ഒരു വായയും അതിൽ നിറയെ പല്ല് പോലെയും കാണാൻ സാധിക്കും. ഇതുപയോഗിച്ചാണ് ഇത് ആഹാരം കഴിക്കുന്നത്. അതിനടുത്ത് തന്നെ 2 ചെറിയ കണ്ണുകൾ കാണാൻ സാധിക്കും. വളരെ അടുത്തുള്ള വസ്തുക്കൾ മാത്രമേ ഇവയ്ക്ക് കാണാൻ കഴിയൂ. ദൂരെയുള്ള വസ്തുക്കൾ ഇതിന് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ശരീരം 3 ഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. മൊത്തം 8 കാലാണ് ഇതിനുള്ളത്. അതിൽ അവസാനത്തെ ജോഡി കാലുകൾ മറ്റു കാലുകളിൽ നിന്ന് വ്യത്യസ്തമായി റിവേഴ്സ് പൊസിഷനിലാണുള്ളത്. ഇത് ചെറുതായിരിക്കുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അതായത് ഏതെങ്കിലും ജീവിയെയോ ആൽഗയെയോ പിടിച്ചാൽ ആ ജീവിയുടെ കോശങ്ങളിലെ ന്യൂട്രിയൻസ് മാത്രം ഇത് വലിച്ചെടുത്ത് കഴിക്കുമത്രേ. ഇത് ചെറിയ ചെറിയ ബാക്ടീരിയകളെയും മറ്റു സൂക്ഷ്മാണുക്കളെയും ഭക്ഷിക്കുന്നു. ചില സമയങ്ങളിൽ മറ്റു ടെർട്ടിഗ്രേഡ്സുകളെയും ഇത് ഭക്ഷിക്കുന്നു. ഒരുപാട് സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിലും ഈ ടെർട്ടിഗ്രേഡ്സ് ഇത്ര ഫേമസ് ആകാൻ കാരണം വളരെ എക്സ്ട്രീം കണ്ടീഷനിലും ഈ ടെർട്ടിഗ്രേഡ്സ് നിലനിൽക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ്. മുമ്പ് പറഞ്ഞ പോലെ ലോകത്തിലുണ്ടായ 5 വലിയ ദുരന്തങ്ങളിൽ നിന്നും ഈ ജീവി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 50 കോടി വർഷത്തിന് മുമ്പ് ഈ ടെർട്ടിഗ്രേഡ്സ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂമി ഇനിയൊരു ദുരന്തം നേരിട്ടാലും എല്ലാ ജീവികളും നശിച്ചാലും ഈ ടെർട്ടിഗ്രേഡ്സ് ബാക്കിയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. -300°C തണുപ്പ് വരെ ഈ ടെർട്ടിഗ്രേഡ്സിന് താങ്ങാൻ കഴിയുമത്രേ. പല മാസങ്ങൾ -300°C ഇതിന് ജീവിക്കാൻ കഴിയുമത്രേ. -20°C തണുപ്പിൽ 10 മുതൽ 20 കൊല്ലം വരെ സിമ്പിളായി ഇതിന് ജീവിക്കാൻ കഴിയും. അതുപോലെ 150°C ചൂട് വരെ ഇതിന് താങ്ങാൻ കഴിയുമത്രേ. അതായത് വെള്ളം തിളപ്പിച്ച് ഇതിനെ കൊല്ലാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം വെള്ളം തിളക്കുന്നത് 100°C നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ടെർട്ടിഗ്രേഡ്സിന് ഹൈ പ്രഷർ വരെ താങ്ങാൻ കഴിയും. എത്രയെന്നാൽ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ മറിയാന ട്രഞ്ചിലെ പ്രഷറിൻ്റെ 6 ഇരട്ടി വരെ ഇതിന് താങ്ങാൻ കഴിയുമത്രേ. അതുപോലെ വലിയ റേഡിയേഷനുകളും ഈ ജീവിക്ക് താങ്ങാൻ കഴിയും. ഈ റേഡിയേഷൻ ഇതിൻ്റെ DNA-യിൽ ഒരു മാറ്റവും വരുത്തില്ല. അതിന് കാരണം TDP എന്ന പേരുള്ള ഒരു പ്രോട്ടീൻ ഇതിൻ്റെ DNA-യെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന റേഡിയേഷൻ്റെ 1000 ഇരട്ടി റേഡിയേഷനുള്ള സ്ഥലത്ത് വരെ ഈ ടെർട്ടിഗ്രേഡ്സ് ജീവിക്കാൻ കഴിയുമത്രേ. ഇതിനെ സ്പേസിൽ കൊണ്ടുപോയിട്ടിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇതൊരു ചെറിയ പന്ത് പോലെയായി ശരീരത്തിലെ മുഴുവൻ വെള്ളം പുറന്തള്ളി ഉള്ളിൽ ഒരു വാക്വം ഉണ്ടാക്കുന്നു. എല്ലാ വെള്ളവും പുറന്തള്ളിയാലും അതിൻ്റെ ശരീരം ഒരു ജെലാറ്റിൻ ഫോമിലാണ് ഉണ്ടാവുക. ഇത് അതിൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്നു. തിരിച്ച് ജീവനോടെ വരാൻ ഒരു തുള്ളി വെള്ളം മാത്രം മതി അതിന്. ഈ കണ്ടീഷനിൽ 30 വർഷത്തോളം ഭക്ഷണം പോലും ഇല്ലാതെ ഇതിന് ജീവിക്കാൻ സാധിക്കും. ഇനി ലോകത്തിലെ എല്ലാ ടെർട്ടിഗ്രേഡ്സുകളും നശിച്ചാലും അതിൽ ഒരെണ്ണം ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ഇനം നിലനിൽക്കും. കാരണം ഇതിന് സന്താനങ്ങൾ ഉണ്ടാകാൻ ഇണയെ ആവശ്യമില്ല. ഇതിന് സെക്ഷുവലായിട്ടും അസെക്ഷുവലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ കൊല്ലുക എന്നത് നടക്കാത്ത കാര്യമാണ്. എന്നാൽ ഇവ ഒരിക്കലും ചാവില്ലേ എന്ന് ചോദിച്ചാൽ നാച്ചുറൽ ആയിട്ട് ചാകും. കാരണം ഇവയുടെ ആയുസ് 3 മാസത്തിനും 3 വർഷത്തിനും ഇടയിലാണ്. ഇതിനിടയിൽ ഇവയുടെ ആയുസ് തീർന്നു ചാവും. പക്ഷേ ഇവയുടെ ഇനത്തെ മൊത്തമായി നശിപ്പിക്കുന്നത് അസാധ്യമാണ്. ഏകദേശം 1300 സ്പീഷീസ് ടെർട്ടിഗ്രേഡ്സുകൾ ലോകത്തിലുണ്ടെന്നാണ് പറയുന്നത്.